അടുത്ത ലെസൺ സൂര്യനാമെ പഹ്ലാദി. അത് 4ാമത്തെ ചാപ്റ്ററാണ്. സൂര്യനാമിലെ ആദ്യത്തെ ദിവസം കവി ഒരു യാത്രാ വിവരണം നടത്തുന്നതാണ്. ഇതിനകത്ത് കവി ഹിമാംശു ജോഷിയാണ് ഇത് എഴുതിയിരിക്കുന്നത്, യാത്രാ വിവരണം എഴുതിയിരിക്കുന്നത്. അപ്പോൾ കവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിമാംശു ജോഷി ഹിന്ദിക്ക് അഗ്രണി കഥാകാർ ഏവം പത്രകാർ थे. അപ്പം ഹിന്ദി സാഹിത്യത്തിലെ ബഹുപ്രമ പ്രതിമയാണ്. അതായത് ഹിന്ദി സാഹിത്യത്തിലെ ഏറ്റവും നല്ലൊരു കഴിവുള്ള ഒരു കവിയായിരുന്നു ഹിമാംശു ജോഷി. ഹിന്ദിക്ക് ലഗ്ഭഗ് സഭി വിധാओं में उन्होंने अपनी लेखनी चलाई है. അപ്പം സാഹിത്യത്തിലെ ഒരുവിധം എല്ലാ വിഭാഗങ്ങളിലെ രചനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പിന്നെ ഉത്തരാഖണ്ഡിലെ 1935 അദ്ദേഹം ഉൻക ജന്മ ഹുവ, അദ്ദേഹം ജനിച്ചത്. പത്രകാരിത തഥാ ആകാശവാണി കി ക്ഷേത്രമേ ഉന്നോനെ കാര്യ കിയ. അപ്പോൾ പത്രപ്രവർത്തനം, ആകാശവാണി എന്നീ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. യാത്രയും നോവയും സൂരജ് ചമക്കെ ആദി രാത്ത് ആദി ഉൻകെ ശ്രേഷ്ഠ യാത്ര വിതാന്തി. അതായത് യാത്ര ചെയ്യാം, നോർവേ, സൂരജ് ചമക്കെ ആദി രാത്ത് എന്നിവ അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠമായ യാത്രാ വൃത്താന്തങ്ങളാണ്. അപ്പോൾ യാത്രാ വിവരണമാണ് ഇതിൻ്റെ അകത്ത് കവി പറഞ്ഞിരിക്കുന്നത്. ഇക്കോ भोजपुरी अवधि के रूप में हनुमान चालीसा तथा रामचरितमानस आदि धर्म ग्रंथों के माध्यम से भारत से जाते समय वे ले गए थे अपने साथ, और जिससे उन्होंने तूफान के बीच दिए की तरह जलाए रखा. അപ്പോൾ ഏത് ഹിന്ദി ഭാഷയാണോ ഭോജ്പുരി, അവധി എന്നീ ഭാഷകളുടെ രൂപത്തിലാണ് ഹനുമാൻ ചാലിസ, രാമചരിതമാനസം എന്നീ മതഗ്രന്ഥങ്ങളാണ് ഇതൊക്കെ. അതെല്ലാം കൂടി ഭാരതത്തിൽ നിന്നും വരുന്ന സമയത്ത് അവർ കൂടെ കൊണ്ടുവന്നത്. അപ്പം അതിനെ അവർ കൊടുങ്കാറ്റിൻ്റെ നടുവിലും കെടാത്ത ദീപം പോലെ കത്തിച്ചു വെച്ചു എന്ന് പറഞ്ഞു. ആജ് 130 साल बाद वह एक नए रूप में साकार होकर उपस्थित हो रहा है. ഇന്നത് 130 വർഷങ്ങൾക്ക് ശേഷം പുതിയ രൂപത്തിലും ഭാവത്തിലും മൂർത്തമായ അവസ്ഥയിലാണ് ആ ഗ്രന്ഥങ്ങൾ നിലകൊള്ളുന്നത്. ഉസ്ക വൈശ്വിക് സ്വരൂപ് ഉബർ ആ രഹാ ഹൈ. അതായത് अब गिरमिटिया श्रमिकों की नहीं, शासकों राष्ट्राध्यक्षों की भी भाषा बन गई है, जो संसार के 120 देशों में किसी न किसी रूप में अपनी उपस्थिति का एहसास जता रही है. അപ്പം അതിൻ്റെയൊക്കെ എന്താ പറയണത്, വിശ്വരൂപമുണ്ട്, ആഗോളമായ ഒരു രൂപമുണ്ട്. ഇന്ന് അത് പുറത്തു വരുന്നു. ഇന്നത് വെറും ഒരു കരാർ തൊഴിലാളികളുടെ മാത്രമല്ല, ഈ ഭരണകർത്താക്കൾ, രാഷ്ട്രീയ അധ്യക്ഷന്മാർ എന്നിവരുടെ കൂടി ഭാഷയാണ് ഈ ബാക്കിയുള്ള ഭാഷകളെന്ന് പറയുന്നത്. അത് 120ഓളം രാജ്യങ്ങളിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സ്വന്തം സാന്നിധ്യം വിളിച്ചറിയിക്കുന്നു എന്നാണ് കവി പറയുന്നത്. ഈ ഓരോ ഗ്രന്ഥങ്ങൾ, അതായത് അവരുടെ ഓരോരുത്തരുടെയും മതഗ്രന്ഥങ്ങൾ, ഓരോ രാജ്യത്തിൻ്റെയും മതഗ്രന്ഥങ്ങൾ, ഓരോ വർഗത്തിൻ്റെയും മതഗ്രന്ഥങ്ങൾ അതത് സ്വന്തം സാന്നിധ്യം, അവർ മറ്റു രാജ്യങ്ങളിൽ പോയാലും അവരുടേതായ ഒരു സ്വന്തം സാന്നിധ്യം അവർ വിളിച്ചറിയിക്കുന്നു. ഏതൊക്കെയാണ് ഗ്രന്ഥങ്ങൾ? ഹനുമാൻ ചാലിസ, രാമചരിതമാനസ് എന്നുള്ള മതഗ്രന്ഥങ്ങൾ. മൗറീഷ്യസ്, त्रिनिनाद ब्रिटन के पश्चात विश्व हिंदी सम्मेलनों की 7वीं യാത്ര है. അപ്പോൾ കവി എന്താ പറയുക, മൗറീഷ്യസും ട്രിനിനാഡ്, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾക്ക് ശേഷം വിശ്വ ഹിന്ദി സമ്മേളനങ്ങളുടെ 7ാമത്തെ യാത്രയാണ് ഇപ്പോൾ കവി സൂരിനാമിൽ പോയിരിക്കുന്നത്. 7वीं मंजिल, അതായത് 7ാം ഘട്ടം. 130 साल पहले जो प्रथम भारतीय श्रमिक यहाँ आए थे. അതായത് ഏകദേശം ഒരു 130 വർഷം മുന്നേ ഇവിടെ വന്ന ആദ്യത്തെ ഭാരതീയ തൊഴിലാളിയുടെ വരവിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു മഹാസമ്മേളനം സൂരിനാമിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. उनके आगमन की स्मृति में इस हिंदी महापर्व का आयोजन हो रहा है. ഭാരത് के अलावा अनेक देशों के हिंदी लेഖ. അപ്പോൾ ഭാരതത്തിൻ്റെ കൂടാതെ തന്നെ മറ്റു പല രാജ്യങ്ങളുടെ ഹിന്ദി ലേഖകന്മാർ, ഹിന്ദി പ്രാധാധ്യാപകർ, ഹിന്ദി പ്രചാരക്, ഹിന്ദി സേവ്യ അപ്പനി ഉപസ്ഥിതി का एहसास जता रहे हैं. അപ്പോൾ ഭാരതം കൂടാതെ മറ്റനേകം രാജ്യങ്ങളിൽ നിന്നും ഹിന്ദി എഴുത്തുകാരുണ്ട്, ഹിന്ദി അധ്യാപകരുണ്ട്, ഹിന്ദി പ്രചാരകരുണ്ട്, ഹിന്ദിക്ക് വേണ്ടി സേവനം ചെയ്യുന്നവരുണ്ട്. എന്നിവർ അവരുടെ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. 4.5 लाख आबादी वाले इस देश में जिसके 37% लोग भारतीय मूल के हैं. അപ്പോൾ ഏകദേശം ഒരു 4.5 ലക്ഷത്തോളം ജനസംഖ്യയുള്ള ഈ രാജ്യത്ത് 37% ജനങ്ങൾ ഭാരതീയ വംശജരായതുകൊണ്ട് സർവത്ര ഭാരതീയ ഭാരതീയ ദിക്ക, അതായത് ഇപ്പോൾ എല്ലായിടത്തും ഭാരതീയ പ്രത്യേകതകൾ കാണാം ആ സൂരിനാമിൽ. പാരാമാരിബോ ഷഹർ സൂരിനാമി നഹി ഭാരതീയ ഷഹർ ജൈസ ലഗ് രഹാ ഹെ.
പാരാമാരിബോ നഗരം സൂരിനാമിലെ അല്ല, ഒരു ഭാരതീയ നഗരം പോലെ തന്നെയാണ് അവിടെ. അതായത് എവിടെ ചെന്നാലും ഭാരതീയരുണ്ടാവുമല്ലോ, കേരളത്തുകാരും ഉള്ള പോലെ തന്നെ ഭാരതീയരുണ്ടാവും അവിടെ ചെന്നാൽ. അപ്പോൾ അതൊരു പുതിയ രാജ്യമായിട്ട് കവിക്ക് തോന്നുന്നില്ല. അവിടെ ചെന്നപ്പോഴും അവിടെ ഒരു ഭാരതീയ നഗരം പോലെ തന്നെ കവിക്ക് തോന്നുകയാണ്. നമുക്ക് 6 जून को प्रातः सम्मेलन का शुभारंभ करते हुए सूरीनाम के अफ्रीकी मूल के राष्ट्रपति रोनाल्डो वेनेशियन ने अपने उद्बोधन में कहा था, सूरीनाम और भारत के बीच प्रगाढ़ आत्मीय संबंध है. അപ്പോൾ ജൂൺ 6 രാവിലെ സമ്മേളനം തുടങ്ങിയപ്പോൾ തന്നെ സൂരിനാമിലെ ആഫ്രിക്കൻ വംശജനായ രാഷ്ട്രപതി റൊണാൾഡോ വെനീഷ്യൻ സ്വന്തം പ്രസംഗത്തിൽ പറഞ്ഞാണ്, സൂരിനാമും ഭാരതവും തമ്മിൽ ശക്തമായ ആത്മീയ ബന്ധമുണ്ട്. दोनों देश अनेक अर्थों में एक दूसरे से गहरे जुड़े हैं. അത് രണ്ട് രാജ്യങ്ങളും പരസ്പരം പല കാര്യങ്ങളിലും യോജിച്ചിരിക്കുന്നു. दोनों के बीच पुराने भाषाई संबंध है. പല കാര്യങ്ങളിലും യോജിച്ചിരിക്കുകയും രണ്ടിൻ്റെയും ഇടയിൽ പഴയ ഭാഷാപരമായ ബന്ധമുണ്ട്. ഭാഷാഭാവവും की अभिव्यक्ति का सशक्त माध्यम होती है. ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാവങ്ങളെ വ്യക്തമാക്കുന്ന ശക്തമായ മാധ്യമമാണ്. ഹിന്ദിക്ക് ജനനി സംസ്കൃതിക്ക് അപ്പനി വിശേഷതായം ഹേ. ഹിന്ദിയുടെ ജനനിയായ സംസ്കൃതത്തിന് അതിൻ്റേതായ സവിശേഷതകളും ഉണ്ട്. ഉസ്കെ സാथ साथ आज विश्व की एक प्रमुख भाषा के रूप में हिंदी भी उभर रही है. അപ്പോൾ ഹിന്ദി ആണെങ്കിൽ ലോകത്തിലെ പ്രമുഖമായ ഭാഷയുടെ രൂപത്തിൽ വളർന്നു വരികയാണ്. सूरीनाम में हिंदी के प्रचार प्रसार में हिंदी को आम आदमी तक पहुंचाने में हिंदी फिल्मों तथा संगीत का भी विशेष योगदान रहा है. അപ്പോൾ ഹിന്ദിയുടെ വികാസത്തിനായി സൂരിനാമിൽ ഹിന്ദി സാധാരണക്കാരിൽ വരെ എത്തിക്കാനായി പല ഹിന്ദി സിനിമകളുടെയും സംഗീതത്തിൻ്റെയും സംഭാവന അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനങ്ങളിലേക്ക് ഹിന്ദിയുടെ പ്രസാരണം കൊടുക്കാൻ വേണ്ടി സിനിമ, പിന്നെന്താണ്, അങ്ങനെ കുറേ കാര്യം ഹിന്ദിനെ കുറിച്ചുള്ള പ്രചാരം പ്രസാരം, സിനിമകൾ, സംഗീതം, ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി സൂരിനാമിൽ കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നു. ദീപം ജ്വലിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കൂടെ ഒരുപാട് ദീപങ്ങൾ ജ്വലിക്കുന്നു. സൂരിനാമി ഭാരതീയ വംശിയോ കാ ഉത്സാഹ് ദേഖ്നെ യോഗ്യത. അപ്പം എന്താണ്? സൂര്യനാമിലെ ജനങ്ങളുടെ ഉത്സാഹം കാണേണ്ടത് തന്നെയാണ്. कहीं ऐसा एहसास हो रहा था जैसे 130 साल से बिछुड़े बंधु आज फिर गले मिल रहे हैं. അത് 330 വർഷത്തിന് ശേഷം മുൻപും വേർപിരിഞ്ഞവർ തമ്മിൽ കണ്ടുമുട്ടുന്നത് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞ അവിടുത്തെ ജനങ്ങളെ കാണുമ്പോൾ. യഹ് ഭാരത് മിലാബ് ബഹുത് ആഹ്ലാദിത് കർ രഹാത. അപ്പം ഈ ഭാരത മിലാപം വളരെയധികം സന്തോഷം തരുന്ന ഒരു മുഹൂർത്തമായിട്ടാണ് കവിക്ക് തോന്നുന്നത്. അപ്പോൾ സൂരിനാമിലെ ജനങ്ങളെയും ഭാരതത്തിലെ ജനങ്ങളെ ഏകദേശം ഒരേപോലെയാണ് കവി കാണുന്നതും സന്തോഷം വരുന്നതും മനസ്സിൽ ഭയങ്കര. അപ്പോൾ സൂരിനാമിലെ ഔദ്യോഗിക ഭാഷ വെച്ച് ആണെങ്കിലും ഇംഗ്ലീഷും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. ഭാരതീയ വംശജർ രാജ്പുരിയുടെയും അവധിയുടെയും മിശ്രിതമായൊരു സർനാം, അത് ഹിന്ദുസ്ഥാനി സംസാരിക്കുന്നുണ്ട് അവിടെ. ഇതിൽ ഡച്ചിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ക്രിയോലിൻ്റെയും എല്ലാത്തിൻ്റെയും സ്വാധീനമുള്ളൊരു രാജ്യം തന്നെയാണ് സൂരിനാം. അപ്പം ഈ സൂരിനാം 1975 വരെ ഡച്ച് കോളനിയായിരുന്നു. ദക്ഷിണ അമേരിക്കയുടെ പൂർവോത്തര പ്രദേശത്താണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. ഈ രാജ്യം ഫ്രഞ്ച് ഗയാനയുടെയും മധ്യവൃത്തത്തിൽ ബ്രസീലിന് വടക്കായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അധികം ഭൂപ്രദേശവും പർവ്വതങ്ങളാലും ഇടുങ്ങിയ ചതുപ്പോടു കൂടിയ മൈതാനങ്ങളാലും നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് സൂരിനാമിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ, അതായത് കുറേ രാജ്യങ്ങൾ സന്ദർശിച്ചു ശേഷം അദ്ദേഹം സൂരിനാമത്തെ കവി ഒരു സമ്മേളനത്തിന് പോകുമ്പോൾ ഹിന്ദി വളരെ ഫേമസ് ആണ്. ഹിന്ദിയുടെ വികാരങ്ങളും അത് ഹിന്ദി പറയുമ്പോഴുള്ള ആ ഒരു സന്തോഷവും ഇതൊക്കെയാണ് അദ്ദേഹം ഇതിലൂടെ വർണ്ണിച്ചിരിക്കുന്നത്.